صلى الله على محمد صلى الله عليه وسلم بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അധികാരവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഈ തൊട്ടടുത്ത ഈ അധ്യായവും. ഒരു ഹദീസ് മാത്രമുള്ള ആ അധ്യായം ഇതിനോട് ചേർത്ത് പറയുകയാണ്. അന്നഹിയു അൻ തൗലിയത്തിൽ ഇമാറ വൽ ഖളാ, നിരോധിച്ചിരിക്കുന്നു. അന്നഹിയു അൻ തൗലിയത്തിൽ ഇമാറ, അധികാരവും ഖളാവും, അധികാരം അല്ലെങ്കിൽ ഖളാ, വിധി പറയാനുള്ള ഖാലിസ്ഥാനം, ഇതൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുക. വഗൈരിഹിമ, ഇതല്ലാത്ത അധികാരങ്ങളും, പലതരത്തിലുള്ള എല്ലാ അധികാരങ്ങളും ഏൽപ്പിച്ചു കൊടുക്കുക. ആർക്ക്? മിനൽ വിലായാത്തി, അധികാരങ്ങളിൽ നിന്ന് ഇതല്ലാത്ത മുഴുവൻ കാര്യങ്ങളും ഏൽപ്പിച്ചു കൊടുക്കുക. ലിമൻ സഅലഹ, അത് ചോദിച്ചു വരുന്ന ആൾക്ക്. ഔ ഹറസ അലൈഹ, അതിന്റെ മേൽ ആർത്തി കാണിച്ചു വരുന്ന ആൾക്ക്. അപ്പൊ അധികാരത്തിന്റെ മേൽ ഭയങ്കര ആർത്തി കാണിച്ച് അത് ചോദിച്ചിങ്ങനെ വരുന്ന ആൾക്ക് ഏതെങ്കിലും അധികാരം ഏൽപ്പിച്ചു കൊടുക്കരുത്, ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുക്കരുത്. അല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കാണ് അത് കൊടുക്കേണ്ടത്, കഴിവുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കാണ് അത് കൊടുക്കേണ്ടത് എന്നതിന് സൂചിപ്പിക്കുന്ന ഹദീത്താണ്. അബീ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഖാല, പറഞ്ഞു, ദഖൽതു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഞാൻ കയറി ചെന്നു, ഞാൻ പ്രവേശിച്ചു. വറജുലാനി മിൻ ബനി അമ്മി, എന്റെ അമ്മിന്റെ മക്കളിൽപ്പെട്ട രണ്ടാൾക്കാരുണ്ട്. ബനു അമ്മപ്പെട്ട അമ്മാമന്റെ മക്കളിൽ രണ്ടാൾക്കാരുണ്ട്. അമ്മാമ, എളാപ്പ, മുത്താപ്പ, അവർക്കൊക്കെ അമ്മ എന്ന് പറയും. ഫഖാല അഹദുഹുമ, അപ്പോ അവർ രണ്ടിലൊരാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, അമിർന അലാ ബഅ്ലി മാ വല്ലാക്കല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഏൽപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അതിൽ നിന്ന് ഏതിനെങ്കിലും ഞങ്ങളൊന്ന് അമീറാക്കി. വഖാല അൽ ആഖറു മിത്ല ദാലിക, മറ്റാളും പറഞ്ഞു, ഇപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു അധികാരം, നിങ്ങൾക്ക് അല്ലാഹു ഏൽപ്പിച്ച തന്ന അധികാര സ്ഥലങ്ങളിൽ ഏതെങ്കിലും ചില അധികാരം ഞമ്മക്കൊക്കെ ഒന്ന് ഏൽപ്പിച്ചു തരുമോ എന്ന്, എന്തെങ്കിലുമൊക്കെ ഒരു അധികാരം, അങ്ങനെയുള്ള ഓരോരുത്തർ എന്തെങ്കിലും ഒരു സ്ഥാനം നമുക്കും തരണട്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ കൂടുന്ന ആൾക്കാരുണ്ട്. ഭരണം കിട്ടിയാൽ ഒരുപാട് ഏതെങ്കിലും സ്ഥാനത്ത് ഇങ്ങനെ നമ്മളൊന്ന് ആലോചിക്കണം. അധികാരം ഒരു മനുഷ്യനൊരു ഒരു താല്പര്യമാണ്. അത് ആർക്കും വിശദീകരിച്ചേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഉണ്ടാവും എന്തെങ്കിലും അധികാര സ്ഥാനത്ത് എത്തുക, എവിടെയെങ്കിലും എത്തിക്കുക. ഒരു പണം കിട്ടണ പോലെ തന്നെ പണം മനുഷ്യനങ്ങനെ തന്നെ. പേര് എന്നുള്ളത് മനുഷ്യനെ അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യും, കൊല്ലും. അഭിമാനം അങ്ങനെയാണല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് മനുഷ്യൻ അധികാരത്തിന് വേണ്ടി ഒരു അധികാരത്തിന് ഇങ്ങനെ ഇരിക്കാം, പക്ഷെ ഉത്തരവാദിത്വം നിർവഹിക്കൂല. അപ്പൊ അധികാരത്തിന് ഇങ്ങനെ ഇരിക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് മനുഷ്യൻ എന്ത് ചെയ്യും? അപ്പൊ അങ്ങനെ ചോദിച്ചു വന്നു, പറഞ്ഞോട് പറഞ്ഞു, ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തന്നെ. فقال പോലും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഇന്ന വല്ലാഹി ലാ നുവല്ലി ഹാദൽ അമല അഹദൻ സഅലഹു ഔ അഹദൻ ഹറസ അലൈഹി, ഇന്ന, നിശ്ചയമായും നാം, വല്ലാഹി, അല്ലാഹുവിനെ തന്നെ സത്യം, ലാ നുവല്ലി ഹാദൽ അമല, ഇപ്പണി നമ്മൾ ഏൽപ്പിക്കൂല, അഹദൻ സഅലഹു, അത് ചോദിച്ചു വന്ന ഒരാളെയും ഏൽപ്പിക്കൂല, ഔ അഹദൻ ഹറസ അലൈഹി, അതിന്റെ മേൽ അലച്ചയും ആർത്തിയും കാണിച്ച ഒരാളെയും ആ പണി ഏൽപ്പിക്കൂല എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു. അല്ലാഹു അധികാരമോഹമില്ലാത്ത ഒരു തലമുറയായി, ഒരു വ്യക്തിയായി അല്ലാഹു നമ്മൊക്കെ മാറ്റുമാറാകട്ടെ. എന്തെങ്കിലും തരത്തിൽ നമുക്ക് കഴിവുണ്ട് എന്ന് കണ്ട് നമ്മുടെ മേൽ അധികാരങ്ങൾ ഏൽപ്പിക്കപ്പെട്ടാൽ അത് ഉത്തരവാദിത്തോടെ നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അധികാരികളായ ആളുകൾക്ക് നല്ല ഉപദേശം നൽകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോഴൊക്കെയാണ് ഈ സമൂഹം നന്നാവുള്ളൂ. അധികാരികളും അവരെ ഹെൽപ്പ് ചെയ്യുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരും അവരെ ഉപദേശിക്കുന്നവരും അവരുടെ ഇന്നർ സർക്കിളിൽ അവരോട് രഹസ്യം പങ്കുവെക്കുന്നവരും ഒക്കെയായ ആളുകൾ ദുഷിച്ചു പോകുമ്പോൾ ഈ സമൂഹം എന്നത് ഏറ്റവും വലിയ നാശമാണ്. അധികാര മോഹങ്ങൾ ഈ സമൂഹത്തെ പലതരത്തിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു രക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.